ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഒരാളുടെ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് വീക്കെൻഡാണ്, ഫ്രൈഡേ ആണ്. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും റെഡി ആയിട്ട് ഇതേ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. ഇപ്പോൾ ഈവനിങ് ആണ് ഇറങ്ങുന്നത്. ഞങ്ങൾ എപ്പോഴും ഈവനിങ് തന്നെ ആയിരിക്കും പുറത്തേക്ക് പോവുക. വീക്കെൻഡ് ആയാൽ പിന്നെ എന്താ ഫ്രൈഡേ എന്തായാലും മസ്റ്റായിട്ട് പുറത്തിറങ്ങണം. അല്ലെങ്കിൽ ഒരു വിഷമം പോലെയാണ്. ഇത്രയും ദിവസം ഫ്ലാറ്റിൽ ഇരുന്നിട്ട് ഫ്രൈഡേ ദിവസം എല്ലാവരും പുറത്തായിരിക്കും, ഫുൾ തിരക്കായിരിക്കും, എല്ലായിടത്തും തിരക്കായിരിക്കും. അപ്പോൾ ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതിനുകൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതേ ഇറങ്ങി ഫ്ലാറ്റിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് അൽവഹായിലേക്കാണ്. ഇവിടുന്ന് സ്ട്രെയിറ്റ് കാണുന്ന ബിൽഡിങ് തന്നെയാണ്, ഇത്രയ്ക്ക് അടുത്താണ് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലൊക്കെ പോകും, ആലോചിക്കും. ഇപ്പം ഇവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറേ ഫാമിലി ഡിസ്കൗണ്ടും അല്ലാണ്ട് 22 റിയാൽ ഷോപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനു മുമ്പത്തെ ഷോർട്സിലൊക്കെ ഞാനിത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് എങ്ങനെ എത്തി, പെട്ടെന്ന് തന്നെ എത്തും. ഞാൻ എപ്പോഴും നടന്ന് ഇടയ്ക്കൊക്കെ വരുന്ന സ്ഥലം കൂടിയാണ്. നടക്കാൻ ഇറങ്ങുമ്പോഴത്തേക്കും അൽവഹായിലേക്ക് വരും ഞങ്ങൾ. എന്നിട്ട് ഞാനും ഇഫ്രും കൂടെ അവിടെ കുറച്ച് നേരം നടന്ന് കറങ്ങിയിട്ടൊക്കെ ആയിരിക്കും പോവുക. അപ്പോൾ ഇന്നിപ്പോൾ വീക്കെൻഡ് ആയപ്പം കുറച്ച് 2-3 സാധനങ്ങൾ മേടിക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വിചാരിച്ചു ഇവിടെ ഇട്ട് വന്നിട്ട് മേടിച്ചിട്ടങ്ങ് പോവാന്ന്. കണ്ട് മിയോ ഇവിടെ. വീക്കെൻഡൂടെ ആയതുകൊണ്ട് പാർക്കിങ്ങിനും അല്ലാണ്ട് എല്ലാത്തിനും നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതലും അറബ്സിനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അറബ്സ് ആയിരിക്കും കൂടുതലും ഈ ഒരു 22 റിയാൽ ഷോപ്പിലും ഒക്കെ ഞാൻ വരുമ്പോൾ ഒക്കെ ആണെങ്കിലും കൂടുതൽ അറബ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പം ഇതിൻ്റെ അപ്പുറത്ത് തന്നെ അൽവഹ ഡൗൺ ടൗൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇക്കാക്ക് പറയുന്നതൊക്കെ ഇവിടെ അധികം ആൾക്കാരൊന്നും വരില്ലായിരുന്നു. ഇവിടെ 22 റിയാൽ ഷോപ്പ് വന്നതിന് ശേഷമാണ് ഇവിടെ കുറേ ഫാമിലീസും ഇത് അത്യാവശ്യം തിരക്കായ ഒരു മോളായിട്ട് മാറിയത്. അപ്പം ഞങ്ങളിതേ അങ്ങനെ ഇഫ്രൂൻ്റെ ഫസ്റ്റ് തന്നെ ട്രോളിലിരുത്തി. അങ്ങനത്തെ എനിക്കൊരു ഷൂ മേടിക്കണം. അപ്പം ഇവിടെ കുറേ നല്ല റീസണബിൾ റേറ്റിൽ, അതായത് 22 റിയാൽ ഷോപ്പെന്ന് പറഞ്ഞാലും 25 റിയാലാണ് എല്ലാത്തിനും. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇവിടെ നിന്ന് ടോപ്പും അങ്ങനത്തെ ഒക്കെ എടുക്കാറുണ്ട്, ചെരുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്, എന്നാൽ റീസണബിളുമാണ്. എല്ലാം നമുക്കിവിടെ തന്നെ കിട്ടുകയും ചെയ്യും. ഈ അൽവഹ ഡൗൺ ടൗണിൻ്റെ സൈഡിലായിട്ടാണ് 22 റിയാൽ ഷോപ്പ്. അതിൻ്റെ അകത്ത് തന്നെ 5 റിയാൽ കട, അങ്ങനെ കുറേ ഷോപ്സൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിന്നൊരു ഷൂ മേടിക്കണമായിരുന്നു, ഒരു സ്പോർട്സ് ഷൂ മേടിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ കറങ്ങി വേറെ വഴിയിലൊക്കെ പോവും. ഇപ്പോൾ ഇക്കായും ഇഫ്രും വേറെ വഴിക്കൊക്കെ പോവും. അതെല്ലായിടത്തും പോയാലും അങ്ങനെയായിരിക്കും. നമ്മൾ വേറെ നോക്കി വേറെയൊക്കെ രീതിയിൽ പോവും. മേടിക്കാൻ വരുന്നതായിരിക്കത്തില്ല ആദ്യം നോക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ ഷൂ ഒക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ഷൂ ആയിട്ട് എടുത്ത് കാണിക്കുകയാണ്. അങ്ങനെ ഞാൻ അതിൽ നിന്നൊരു ഷൂ ഒക്കെ എടുത്തു. പിന്നെ ഇഫ്രൂന് വീട്ടിൽ ഇടുന്ന കുറേ കുട്ടികളുടെ നല്ല ഷൂവും ചെരുപ്പും ഒക്കെ കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ ഇഫ്രൂന് വീട്ടിൽ ഇടുന്നതൊക്കെ ഞാൻ ഇവിടെ നിന്നായിരിക്കും എടുക്കുക. വീട്ടിൽ ഇടുന്നാണെങ്കിലും ഷൂ ആണെങ്കിലും ഒക്കെ മിക്കത് ഇവിടെ നിന്നായിരിക്കും മേടിക്കുക. അപ്പം നല്ല ക്വാളിറ്റിയുമാണ്, നല്ല കളക്ഷനും ഉണ്ടാവും. പിള്ളേർക്ക് പിന്നെ പെട്ടെന്ന് തന്നെ അവർ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിപ്പോൾ 2 മാസം കഴിയുമ്പോൾ ഇത് ചെറുതാവും. അപ്പോൾ ഈ ഡ്രസ്സാണേലും എന്താണേലും ഇതിൻ്റെ സൈസൊക്കെ മാറും. അപ്പോൾ ലാസ്റ്റ് ഒരു ചെരുപ്പെടുത്തു, അതിൻ്റെ സൈസ് നോക്കിയിട്ട് കിട്ടുന്നില്ലായിരുന്നു. അപ്പം അതിൽ കുറച്ചുകൂടെ വലുതെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ചെരുപ്പെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സെയിം സൈസ് ഉണ്ടാവില്ല. അപ്പോൾ ഇഫ്രു അതിനകത്തിരുന്ന് ഫുൾ ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ചെരുപ്പൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ ലേഡീസ് സെക്ഷനൊക്കെ ഒന്ന് കറങ്ങി. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ബില്ലൊക്കെ ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടെ നിന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട്. കുറച്ച് ടൈം ഇനിയിപ്പോൾ അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ മെൻസിൻ്റെ സെക്ഷനാണ് കേട്ടോ, താഴെ ലേഡീസും, മുകളിൽ ജെൻസും പിന്നെ ബോയ്സിൻ്റെ കുട്ടികളൊക്കെയാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ അവിടെ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ പുറത്തായിട്ടാണെങ്കിലും കുറേ ഷോപ്പുണ്ട്. അബായാസിൻ്റെ ആണെങ്കിലും അല്ലാണ്ട് ജുവലറി ഷോപ്പൊക്കെ ആണെങ്കിലും. ഇവിടെ പിന്നെ കൂടുതലും അറബ്സ് ആയതുകൊണ്ട് തന്നെ അവർ വരെ കുറേ നേരമൊക്കെ ഇരുന്നിട്ടായിരിക്കും അവർ പോവുക. അപ്പോൾ അവിടെ തന്നെ ജ്യൂസ്, കോഫീസ്, അങ്ങനെ അതിൻ്റെയൊക്കെ അന്ന് എല്ലാം ഉണ്ടാവും. അപ്പോൾ അവിടെ അവരിക്കും. പിള്ളേരൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കും. അപ്പോൾ ഇഫ്രു ആ കാറൊക്കെ ഓടിക്കുന്നുണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇഫ്രുവിന് പിന്നെ ആ കാറിലൊന്നും കയറ്റാൻ പറ്റില്ല, കുറച്ചുകൂടെ വലുതാവണം. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിലൊക്കെ ഒന്ന് കയറിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. പിന്നെ വേറെ ആരെങ്കിലും കൊണ്ടായിരുന്ന കാറിലൊക്കെ ഇതാക്കാറുണ്ട്. ഇഫ്രൂന് മാത്രമായിട്ട് ഇതാക്കാൻ പറ്റില്ല, തന്നെ ഓടിക്കുന്നതാണല്ലോ. ഇങ്ങനെ കുറേ പിള്ളേരൊക്കെ ആയിട്ട് വന്നാൽ
എന്താ പറയുക കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ അവിടെ തന്നെ ഫാമിലീസും ഒക്കെ തന്നെ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. ഞങ്ങൾ നടക്കാൻ വരുമ്പോൾ ഇവിടെ വരാറുണ്ട്. ഞാൻ ഇഫ്രും വന്ന് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ടൊക്കെയാണ് തിരിച്ച് വീട്ടിൽ പോവുക. അപ്പോൾ വീക്കെൻഡ് എന്നല്ല, ഞാൻ നിങ്ങൾ ഇടയ്ക്ക് ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇറങ്ങാറുണ്ട്. ഇഫ്രൂനെ നടന്ന് മതിയായി. അപ്പോൾ ഇഫ്രൂനെ ഇതേ ഡാഡ എടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അകത്ത് കുറേ ഗെയിംസിൻ്റെയൊക്കെ സെക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ നടക്കാൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഇഫ്രും അവിടെയൊക്കെ ഫുൾ കറങ്ങിയിട്ടൊക്കെ ആണ് വീട്ടിൽ പോവുക. വീക്കെൻഡ് മാത്രമല്ല, ഞാൻ ഇഫ്രും ഇടയ്ക്കൊക്കെ ഇറങ്ങാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ചൂടായി തുടങ്ങുന്നുണ്ട്. ഹ്യൂമിഡിറ്റിയൊക്കെ ആയിട്ട് ഇപ്പം അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ നാട്ടിലിപ്പോൾ എനിക്ക് തോന്നുന്നു മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഇതാണ് 22 റിയാൽ ഷോപ്പ്. അപ്പോൾ ഇവിടെ വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ഇവിടെ ദമാമിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കും. നല്ല റീസണബിളായിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ ഇച്ചാക്കാട് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്, അപ്പോൾ വിചാരിച്ചു എന്തായാലും ഇങ്ങോട്ടൊന്ന് വന്നേക്കാം. അപ്പോൾ ഇച്ചാക്കാന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്താപ്പയുടെ മോനാണ്. എൻ്റെ മൂത്താപ്പായും ഫാമിലി എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വ്ലോഗ് ആദ്യമൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. ഇപ്പോൾ അവരെല്ലാവരും നാട്ടിൽ പോയിക്കാണ്. അപ്പോൾ ഇച്ചാക്കൊരു കുഞ്ഞു ബേബിയൊക്കെ ആയിട്ടുണ്ട്, ഹെയ്സൽ എന്ന് പറയും. അപ്പോൾ ഹെയ്സും ഒക്കെ ഉടനെ നാട്ടിൽ നിന്ന് വരും. അപ്പോൾ ഇഫ്രൂന് ബേബീസിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോ കോളിൽ കാണുമ്പോഴാണെങ്കിലും ബേബി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആൾ ഹാപ്പിയാണ്. അപ്പോൾ ഇഫ്രൂനൊരു ഫ്രണ്ടിനെയൊക്കെ കിട്ടുമെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. അപ്പോൾ എൻ്റെ മൂത്താപ്പായും മുത്തുമായി പിന്നെ ചപ്പുണ്ട്, ചാക്കയുടെ ബ്രദറാണ്. അപ്പോൾ അവരെല്ലാവരും നാട്ടിൽ നിന്ന് വരാനുണ്ട് ഇനി. പിന്നെ സന ഉണ്ട്. സനായും ആദ്യം എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. ചാക്കയുടെ വൈഫാണ്. സന ഉണ്ട്. അങ്ങനെ കുറേ പേര് നാട്ടിൽ നിന്ന് ഇനി വരാനുണ്ട്. ഇഫ്രുദ് ഇവിടെ വാപ്പച്ചയായിട്ട് ഫുൾ ബഹളവും കളികളൊക്കെയാണ്. വാപ്പച്ചയെ കിട്ടിക്കഴിഞ്ഞാൽ ഇഫ്രുവിന് പിന്നെ വാപ്പച്ചയായിട്ടുള്ള ബഹളമൊക്കെ ആയിരിക്കും. ഇഫ്രു ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇഫ്രു ഫുൾ ചാട്ടവും സോഫയിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാട്ടവും അലമ്പൊക്കെ ആയിരിക്കും. ഇഫ്രുവിന് കംഫർട്ടായിട്ടുള്ള 2 സ്ഥലമാണ്. ഇവിടെ ഇച്ചാക്കയുടെ ഫ്ലാറ്റും അവിടെ ഞങ്ങളുടെ ഫ്ലാറ്റും. അവിടെ ഇവിടെ ആയിട്ടാണ് ഇഫ്രു വരെയും ഇതാക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇഫ്രുവിന് ഇവിടെ 2 അടുത്ത് വന്നാലും ഇഫ്രു ഭയങ്കര അലമ്പായിരിക്കും. അതായത് ഗ്ലാസ്സൊക്കെ വെച്ച് വലിയ ആളപ്പുള്ളിരിക്കുക. ഭയങ്കര ഇഷ്ടമാണ് ഇഫ്രുവിന് ഈ ഗ്ലാസ് വെക്കാനായിട്ട്. കുറച്ച് നേരം പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പോയി ഫുഡൊക്കെ മേടിച്ച് തിരിച്ച് ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വന്നു. അപ്പോൾ സാധാരണ ഈ വീക്കെൻഡിൽ പുറത്തുനിന്നായിരിക്കും ഫുഡ് കഴിക്കുക, റെസ്റ്റോറൻറ്റിൽ പോയിട്ട്. ഇന്ന് ഇഫ്രു ഭയങ്കര അലമ്പായതുകൊണ്ട് വിചാരിച്ചു ഒന്ന് പാഴ്സൽ മേടിച്ചിട്ട് സമാധാനത്തിൽ വീട്ടിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കാമെന്ന്. അപ്പം ഞങ്ങളങ്ങനെ വീടെത്തിയിട്ടുണ്ട്. എന്ത് പെട്ടെന്നാണ് ദിവസങ്ങളൊക്കെ പോകുന്നത്. ഈ ഒരാഴ്ച കഴിയുമ്പോൾ അടുത്തൊരു വീക്കെൻഡ് പെട്ടെന്ന് വരും. പെട്ടെന്ന് ദിവസങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിലെത്തി. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കപ്പ ബിരിയാണി കഴിക്കാൻ. എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കപ്പ ബിരിയാണി. എൻ്റെ ഉമ്മ അടിപൊളിയായിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കും. അപ്പോൾ ഇന്നൊരു കൊതി വന്നപ്പം അങ്ങനെ ഞങ്ങൾ കപ്പ ബിരിയാണി മേടിച്ചിട്ടുണ്ട് സ്പെഷ്യലായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ചാനൽ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.